ഇന്ന് കർക്കിടക മാസത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. മലയാള വർഷത്തിലെ അവസാനത്തെ മാസമാണ് കർക്കിടകം. രാമായണ മാസത്തിന്റെ ആരംഭം കൂടിയാണ്. ക്ഷേത്ര ദർശനം, പ്രാർത്ഥന എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രാധാന്യമുള്ള ഒരു മാസമാണ് കർക്കിടകം. കൂടാതെ പഞ്ഞമാസം എന്നും കർക്കിടകം അറിയപ്പെടുന്നുണ്ട്. പഴയകാലത്ത് കനത്ത മഴയും കാർഷിക ബുദ്ധിമുട്ടുകളും കാരണം കർക്കിടകം പഞ്ഞമാസമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കർക്കിടക മാസം എന്നത് മഴയുടെയും പ്രളയത്തിന്റെയും പ്രകൃതി ക്ഷോഭങ്ങളുടെയും മാസം എന്നതിനേക്കാൾ കൂടുതലായി ചില തട്ടിപ്പിന്റെ മാസം കൂടിയാണ്. വെയിലും മഴയും മഞ്ഞുമൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമാണ്. സാധാരണ എല്ലാ മാസവും പോലെയുള്ള ഒരു മാസം തന്നെയാണ് ഈ കർക്കിടകം. എന്നാൽ കർക്കിടകം ചില അന്ധവിശ്വാസങ്ങളുടെ മാസം കൂടിയാണ്. ഇതിനോടൊപ്പം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊന്നാണ് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു മാസം കണ്ടെത്തേണ്ട ആവശ്യം ഒരു തരത്തിലുമില്ല. കാരണം അസുഖത്തിനാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. പിന്നെ ആരോഗ്യം നിലനിർത്താനുള്ള ചിട്ടകളാണ് വേണ്ടത്. അതിനെ ചികിത്സ എന്ന് പറയാനാവില്ല. ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിക്കുക എന്നത് കർക്കിടകത്തിലായാലും ശരി, മറ്റുള്ള മാസങ്ങളിൽ ആയാലും ശരി, അത് മണ്ടത്തരമാണ്. മരുന്ന് കഞ്ഞി എന്ന് പേരിട്ടുകൊണ്ട് ഇന്ന് വിൽപ്പന നടത്തുന്ന കഞ്ഞി ഒരു പഴയ കാലത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഉൽപ്പന്നമാണ്. മഴയും പ്രകൃതിക്ഷോഭവും കെടുതികളുമായി മല്ലിട്ട് വിശപ്പടക്കാൻ പാടുപെട്ടിരുന്ന ആളുകൾ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു. മഴക്കാലത്ത് പണ്ട് മിക്കവർക്കും ജോലി ഉണ്ടാകില്ല. അങ്ങനെ ഒരു ക്ഷാമകാലമായതുകൊണ്ട് തന്നെ അരിയും ധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും ഒക്കെ ലാഭിക്കാൻ അവയ്ക്കൊപ്പം പറമ്പിലെ ചെടികളും സസ്യങ്ങളുടെ ഇലകളും കൂടി ചേർത്ത് പാചകം ചെയ്താണ് കഴിച്ചിരുന്നത്. കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റാതിരുന്ന മഴയുടെ ദുരിതം പേറിയിരുന്ന ആ സമയത്ത് ഉണ്ടാക്കിയിരുന്ന ഈ കഞ്ഞിക്ക് ഒരു മാന്യത കിട്ടാൻ പിന്നീട് ആളുകൾ തന്നെ കൊടുത്ത പേരാണ് ഔഷധക്കഞ്ഞി എന്ന്. സാധാരണ എല്ലാ പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളും ഊർജ്ജവും ഒക്കെ തന്നെ ഈ പറയുന്ന ചെടികളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം പറിച്ചെടുത്ത് വിദേശ കമ്പനികൾ കൊണ്ടുപോയി മരുന്നാക്കി മാർക്കറ്റിൽ ഇറക്കിയാൽ. അതായത് ഈ മരുന്ന് കഞ്ഞി മനുഷ്യ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ചേരുവകൾ ചേർത്ത് കളർഫുൾ ആക്കിയാണ് ഈ കഞ്ഞിയുടെ വിൽപ്പന. കർക്കിടക കഞ്ഞിയും കിഴികളും കർക്കിടക സുഖ ചികിത്സകളും ഒക്കെ ഒന്നാം തരം മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് വിറ്റഴിക്കപ്പെടുന്ന കള്ളച്ചരക്കുകൾ മാത്രമാണ്. പച്ചിലക്കഞ്ഞിയും കുടിച്ച് ഏതെങ്കിലും എണ്ണ എടുത്ത് ദേഹത്ത് പുരട്ടി കുളിച്ചാലോ അല്ലെങ്കിൽ കുടിച്ചാലോ ഒരു അസുഖവും ഭേദമാകില്ല. പകരം കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. ശരീരത്തിന് രോഗം വരുന്നത് കലണ്ടർ നോക്കി കർക്കിടകം ആകുമ്പോഴല്ല. കർക്കിടക കഞ്ഞിയിൽ വേറെ എവിടെയും ഇല്ലാത്ത യാതൊരു ഔഷധവും ഇരിപ്പില്ല. കർക്കിടക മാസത്തിലായാലും ഏതു മാസമായാലും പ്രോട്ടീൻ സമ്പുഷ്ടമായ മാംസവും പച്ചക്കറികളും അടങ്ങുന്ന സമ്മിശ്രമായ ആഹാരം കഴിക്കുക. അസുഖത്തിന് ആധുനിക ചികിത്സ തേടുക. ഇനി കർക്കിടക കഞ്ഞി കുടിച്ച് മതിയാകൂ എന്നുള്ളവർ നല്ല രീതിയിൽ കൃത്യമായ ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കി കുടിക്കുക. അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ആളുകൾ ഉണ്ടാക്കുന്ന കഞ്ഞി മേടിച്ച് കുടിക്കുക. വഴിയിലിട്ട് വിൽക്കുന്ന പാക്കറ്റുകളിൽ വരുന്ന മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിയൊക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ള വ്യാജ കഞ്ഞികൾ ഒഴിവാക്കി കർക്കിടകത്തിൽ ആരോഗ്യം നിലനിർത്തുക.